Hi everyone, this is me, Casac Benjali. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, നിങ്ങളൊരു ഓൺട്രപ്രണറോ സെയിൽസ്മാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഡയറക്റ്റ് സെല്ലിങ്ങിൽ എല്ലാം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോസ്പെക്ട് ക്ലയൻറ്റ്, അതാരുമാവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, അവരുടെ ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുമ്പോൾ ആണ് നിങ്ങൾക്ക് ബിസിനസ് കിട്ടുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ക്ലയൻറ്റ്, ഒരു പ്രോസ്പെക്ട് ക്ലയൻറ്റുമായിട്ട്, ഒരു പ്രോസ്പെക്റ്റുമായിട്ട് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കറക്റ്റ് അപ്പോയിൻമെന്റ് ഫിക്സിംഗ് സ്ട്രാറ്റജിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1, ഡോണ്ട് സെറ്റ് അപ്പോയിൻമെന്റ് വിത്ത് ജസ്റ്റ് എനിവൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻമാരും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സെയിൽസ് പീപ്പിളും സക്സസ് ആവാതെ പോയ ബിസിനസ് ഒരു സെയിൽസ് പീപ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെല്ലാവരും ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. മണിക്കൂറുകളോളം ആഴ്ചകളോളം കഷ്ടപ്പെട്ട് ഒരുപാട് ക്ലയൻസിന്റെ പ്രോസ്പെക്റ്റിന്റെ പുറകെ പോയി മീറ്റിംഗ്. എവിടെയാണ് ഞാൻ മീറ്റിംഗില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള സെയിൽസിൽ സക്സസ്ഫുൾ ആയ ആളുകൾ ഒരിക്കലും തന്നെ കണ്ടവന്റെ കൂടെ മീറ്റിങ്ങിന് പോകില്ല. നിങ്ങളും പോകരുത്. എല്ലാവരുമായിട്ട് അപ്പോയിൻമെന്റ് എടുക്കുക എന്ന് പറയുന്നത് സെയിൽസിൽ ഒരു ഫുള്ളിഷ് ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് ആവശ്യമുണ്ടായിരിക്കണം, അതിൻ്റെ നീഡ് മനസ്സിലാകുന്ന ആളായിരിക്കണം, അവിടെ അയാൾക്ക് പേയിങ് കപ്പാസിറ്റി, ക്യാഷ് ഉണ്ടായിരിക്കണം, അതോറിറ്റി ഉണ്ടായിരിക്കണം, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉണ്ടായിരിക്കണം. ക്യാഷ് ഉണ്ടാവണം, നീഡ് ഉണ്ടാവണം, അതോറിറ്റി ഉണ്ടാവണം. ഇത് മൂന്നും ഉള്ളിടത്ത് മാത്രമാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സെയിൽസ്മാൻ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും ഇല്ലെങ്കിൽ യു ഡു നോട്ട് ഫിക്സ് യുവർ അപ്പോയിൻമെന്റ് വിത്ത് എനിവൺ. അതെങ്ങനെ ചോദിക്കാം? കറക്റ്റ് പ്രോസ്പെക്റ്റിങ്ങും സസ്പെക്റ്റിങ്ങും അത് പഠിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അതിന് പഠിപ്പിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. സെയിൽസിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ $1 million സെയിൽസ്മാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 6 മാസം നീണ്ടു നിൽക്കുന്ന സെയിൽസ്, ഇറ്റ്സ് ലൈക്ക് എ സർട്ടിഫൈഡ് സെയിൽസ് കോഴ്സാണ്. ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഒരു സെയിൽസിൽ മാസ്റ്ററിങ്. അപ്പോൾ പ്രോസ്പെക്റ്റിങ്ങും സസ്പെക്റ്റിങ്ങും കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ മാസ്റ്റർ ഇൻ സെയിൽസ്. അതിലൂടെ നിങ്ങൾക്ക് ഈ കസ്റ്റമർ എനിക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. സോ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുമായിട്ട് മാത്രമേ മീറ്റിംഗ് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഡു നോട്ട് വേസ്റ്റ് യുവർ വാല്യൂ ടൈം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും തന്നെ ഏതെങ്കിലും ഒരു ഡെഡ് പ്രോസ്പെക്റ്റുമായിട്ട് വേസ്റ്റ് ചെയ്യേണ്ടതല്ല. സോ ഡു നോട്ട് ഫിക്സ് അപ്പോയിൻമെന്റ് വിത്ത് anyone. Fix the right prospect. Fix your appointment with the right qualified prospect only. Number 2, disqualify the wrong prospect when the process of discovery. Disqualify the wrong prospect. അതാണ് നിങ്ങൾ പ്രോസ്പെക്റ്റിംഗ് സമയത്ത്, നിങ്ങൾ സസ്പെക്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, ഈ കസ്റ്റമറുടെ കയ്യിൽ പ്രോപ്പറായിട്ട് ക്യാഷ് ഇല്ല, അതോറിറ്റി ഇല്ല, അവിടെ നീഡ് ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ഡിസ്ക്വാളിഫൈ ദം. അയ്യോ, ഞങ്ങൾ മീറ്റിംഗ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പോയി നോക്കാം, എന്നാലും ഒന്ന് കണ്ടു നോക്കിയാലോ, എന്നാലും ഒന്ന് ചെയ്തു നോക്കിയാലോ. ഇതാണ് സെയിൽസിൽ പരാജയപ്പെടുന്ന ആളുകൾ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസ്. നിങ്ങൾ കറക്റ്റ് പ്രോസ്പെക്റ്റിങ്ങും സസ്പെക്റ്റിങ്ങും നടത്തിയിട്ട് ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ബിസിനസ് കിട്ടുള്ളൂ. ക്വാളിഫൈ ചെയ്യാത്ത കസ്റ്റമറുമായിട്ട്, പ്രോസ്പെക്റ്റുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത്. സോ ഇഫ് ദ പ്രോസ്പെക്ട് ഈസ് നോട്ട് ക്വാളിഫൈഡ്, ഡിസ്ക്വാളിഫൈ ദം ആൻഡ് ക്ലോസ് ദ മീറ്റിംഗ്, ക്ലോസ് ദ അപ്പോയിൻമെന്റ്, ഫിനിഷ് ഇറ്റ്, ക്യാൻസൽ ഇറ്റ്. യു ഡു നോട്ട് ഗോ ഫോർ വിത്ത് ഡിസ്ക്വാളിഫൈഡ് പ്രോസ്പെക്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരിക്കലും തന്നെ നിങ്ങൾ അവരുമായിട്ട് മുന്നോട്ട് പോകരുത്. നമ്പർ 3, ബി എ ഡോക്ടർ. നിങ്ങൾ ഒരു പ്രോസ്പെക്റ്റുമായിട്ട് മീറ്റിംഗ് ഫിക്സ് ചെയ്യണം, അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യണം. യു ആർ ഓൺ ദ ടെലഫോൺ. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയെ കുറിച്ചോ ധാരാളം പറഞ്ഞു കൊടുക്കുന്ന ഒരു പുഷ് സെയിൽസ്മാൻ ആവരുത്. ബി എ ഡോക്ടർ. ഡോക്ടറുടെ പ്രത്യേകത എന്താണ്? ഒരു ഡോക്ടർ ചോദ്യങ്ങളാണ് ചോദിക്കുക. നമ്മളൊരു അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ടു അണ്ടർസ്റ്റാൻഡ് അവർ പെയിൻ, ടു അണ്ടർസ്റ്റാൻഡ് അവർ നീഡ്, ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ പ്രോബ്ലംസ്. ദെൻ ഹി വിൽ arrange the right treatment for us, right medicine for us. This is what is you have to practice in sales. സെയിൽസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. കറക്റ്റായിട്ട് നിങ്ങളൊരു ഡോക്ടറെ പോലെ ആ പ്രോസ്പെക്റ്റിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കുക. ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങളിലൂടെ കറക്റ്റായിട്ട് അയാൾക്ക് ആൻസർ ചെയ്യാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിൽ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ഡയലോഗ്സ് ആ രീതിയിലാകണം.
അത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് തന്നെ സെയിൽസ് ചെയ്യേണ്ടതാണ്. സോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അതിലൂടെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് കസ്റ്റമറെ കൊണ്ട്, പ്രോസ്പെക്റ്റിനെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുക. കാരണം കൂടുതൽ പറയാനാണ് അവർക്ക് ഇഷ്ടം. നിങ്ങൾ തന്നെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ they will hesitate. So this is important. Number 3, be a doctor. Number 4, understanding the upside value. നിങ്ങളൊരു പ്രോസ്പെക്റ്റുമായിട്ട് മീറ്റിംഗ് ഫിക്സ് ചെയ്യാൻ പോകുമ്പോൾ, മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ പ്രോഡക്റ്റോ ഒരു സർവീസ്, അത് എന്തുമാവട്ടെ, അത് ആ പ്രോസ്പെക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബൈ ചെയ്ത് കഴിഞ്ഞാൽ, വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് വാല്യൂ അഡീഷൻ ആണ് ആ പ്രോസ്പെക്റ്റിന്റെ ലൈഫിലേക്ക് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ പല സെയിൽസ് പീപ്പിളിനും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും, കമ്പനിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സോ വാട്ട് ഈസ് ഇറ്റ് ഫോർ മീ, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യുന്ന, എൻ്റെ ലൈഫിലേക്ക് അത് ഏത് രീതിയിലാണ് വാല്യൂ ആഡ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പ്രോഡക്റ്റിൽ ഞാൻ ഇൻട്രസ്റ്റ് ആവുള്ളൂ. നിങ്ങളുടെ പ്രോഡക്റ്റിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്, IS സർട്ടിഫിക്കേഷൻ ഉണ്ട്, ISI ഉണ്ട്, ലോകത്തിലുള്ള സകല സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, അത് ഇമ്പോർട്ടൻ്റ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റോ സർവീസോ കസ്റ്റമറുടെ ലൈഫിലോ, അയാളുടെ ബിസിനസ്സിലോ, അയാളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലാണോ എന്താണ് വാല്യൂ ആഡ് ചെയ്യാൻ പോകുന്നത്, യു ഷുഡ് നോ ദാറ്റ് ആൻഡ് ടെൽ ദം. അവരെ കൃത്യമായിട്ട് ആ ഒരു ടെലിഫോൺ കോളിലോ, മീറ്റിങ്ങിലോ, സൂം കോളിലോ, whatever it is, നിങ്ങൾക്കത് ബോധ്യപ്പെടുത്താൻ പറ്റണം. അത് ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അണ്ടർസ്റ്റാൻഡ് ദ അപ്സൈഡ് വാല്യൂ. ആൻഡ് നമ്പർ 5, can I make a recommendation? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ഒന്ന് സജസ്റ്റ് ചെയ്തോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. നിങ്ങൾ നിർബന്ധിക്കുന്നതിന് പകരം, നിങ്ങൾ പുഷ് ചെയ്യുന്നതിന് പകരം, നിങ്ങൾ മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ പറയാണ് can I make a recommendation? നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി, നിങ്ങളുടെ വാല്യൂ എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ചോദിക്കണേ, ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഞാൻ മീറ്റിങ്ങിന് വരുന്ന സമയത്ത് ഏർലി മോർണിംഗിലാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ആണ്, നിങ്ങൾ ഇൻഷുറൻസ് സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ പറയാണ് നിങ്ങളുടെ വൈഫും കൂടെ ആ മീറ്റിങ്ങിൽ ഉണ്ടായാൽ നന്നായിരിക്കും. കാരണം കുടുംബത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ വൈഫാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വൈഫാണ് ഡിസിഷൻ മേക്കർ, ഇയാൾ ചുമ്മാ ചെക്ക് സൈൻ ചെയ്യുക മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനായിരിക്കാം. സോ നിങ്ങൾ പറയാണ് ഞാനൊന്ന് സജസ്റ്റ് ചെയ്തോട്ടെ, നിങ്ങളുടെ അച്ഛനൂടെ ആ മീറ്റിങ്ങിലുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ക്ലാരിറ്റി വരും. പുള്ളിക്കും ചിലപ്പോൾ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും, അത് ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട്, നിങ്ങൾ അങ്ങോട്ട് സജഷൻ പോലെയാണ് കൊടുക്കേണ്ടത്, ഡു നോട്ട് പുഷ്. കാരണം സെയിൽസ് പീപ്പിളിന് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഒരു സെയിൽസ് പീപ്പിൾ ആയിട്ടല്ല, ഒരു കൺസൾട്ടൻ്റ് ആകുമ്പോഴാണ്. സോ ഇഫ് യു ആർ എ കൺസൾട്ടൻറ്റ്, ഇഫ് യു ആർ എ ഡോക്ടർ, ദേ വിൽ അക്സെപ്റ്റ് യു. സോ can I make a recommendation? This is important. നിങ്ങൾ ഏത് കാര്യത്തിനും ഈ ഒരു സജഷൻ മോഡിലാണ്, റെക്കമെൻഡേഷൻ റിക്വസ്റ്റ് പോലെയാണ് പറയുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ദേ വിൽ അക്സെപ്റ്റ്. ഞാൻ പറയുന്ന 100% അക്സെപ്റ്റൻസ് അല്ല, മോസ്റ്റ് പ്രോബബ്ലി അതിൻ്റെ അക്സെപ്റ്റൻസ് റേഷ്യോ നമുക്ക് വലിയ രീതിയിൽ കൂട്ടാൻ പറ്റും. നമ്പർ 6, ഓൾവേസ് പ്ലാൻ നെക്സ്റ്റ് സ്റ്റെപ്പ്. സെയിൽസ് മീറ്റിംഗ് നിങ്ങൾ അയാളെ വിളിച്ചു, സെയിൽസ് മീറ്റിങ്ങിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് അയാളെ ഫിക്സ് ചെയ്തിരിക്കുക പ്രോസ്പെക്റ്റുമായിട്ട്. നിങ്ങൾ ഫോൺ ചെയ്തു, സംസാരിച്ച് ക്ലിയർ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്ലിയർ ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. മീറ്റിങ്ങിന് പോകുന്നതിന് മുൻപ് എന്തൊക്കെയാണ് അയാൾ അവിടെ തയ്യാറാക്കേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽ അവിടെ റെഡിയാക്കിയിരിക്കണം, പുള്ളിക്കാരൻ പ്രോസ്പെക്റ്റ് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ റെഡിയാക്കിയിരിക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, എന്നാണ് കൊണ്ടുപോകേണ്ടത്, ഏത് സമയത്താണ് അവിടെ എത്തിച്ചേരേണ്ടത്, എന്തൊക്കെ പ്രിപ്പറേഷനാണ് വേണ്ടത്, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾക്കുള്ള പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രോസ്പെക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്, ടൈമിംഗ്, പ്ലേസ്, കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരിക്കണം. ബിക്കോസ് ക്ലാരിറ്റി ഓഫ് ദ സെയിൽസ്മാൻ വിൽ ഹെൽപ്പ് ടു ക്ലോസ് മോർ. ഒരു സെയിൽസ്മാൻ എല്ലാ കാര്യത്തെക്കുറിച്ചും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പ്രോസ്പെക്റ്റ് കുറെ കൂടി ഇംപ്രസ്ഡ് ആവുകയും നിങ്ങളുടെ പ്രൊഫഷണലിസത്തിൽ വിശ്വസിക്കുകയും നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുകയും ചെയ്യും. They will come to you for a business. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്പർ 7, be ready to push back to the track. എന്ന് വെച്ചാൽ നിങ്ങൾ കസ്റ്റമറെ വിളിക്കുകയാണ്, പ്രോസ്പെക്റ്റിനെ വിളിക്കുകയാണ്. എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം ചെയ്തതിന് ശേഷം പ്രോസ്പെക്റ്റ് കേട്ട് ഓക്കെ ആണ്, പക്ഷേ എനിക്ക് ഇപ്പോൾ സമയമില്ല, ഐ ആം ടു ബിസി, എന്നെ ഒരു 6 months കഴിഞ്ഞിട്ട് വിളിക്കുമോ?
3 months കഴിഞ്ഞിട്ട് വിളിക്കും. നോർമൽ സെയിൽസ് പീപ്പിൾ ആയിട്ട് എന്താ ചെയ്യാം? ശരി, ഞാൻ 3 months, ഐ എം സോ ഹാപ്പി ടു കോൾ യു ആഫ്റ്റർ 6 months. ഞാൻ 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം നിങ്ങളെ വിളിക്കാൻ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ കസ്റ്റമർ 6 മാസത്തിന് ശേഷം നിങ്ങളുടെ അടുത്ത് വരുന്നുള്ളത്? കസ്റ്റമർ അത് പറഞ്ഞാൽ അതിനർത്ഥം ഹി ഈസ് എസ്കേപ്പിംഗ്, അയാൾ രക്ഷപ്പെടുകയാണ്. സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹണ്ടിങ്ങിലുള്ള ആളാണ്. വി വാണ്ട് ടു ഹണ്ട് ദം. അതിന് വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ അവസാനത്തെ ആയുധം എടുക്കുകയാണ്. സോ ഡു നോട്ട് ലെറ്റ് ദം ടു ഗോ അവേ. നമ്മൾ എന്ത് ചെയ്യണം? അത് കേൾക്കണം, ചിരിക്കണം. ശരി സർ, 6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കുന്നതിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. 6 മാസം കഴിഞ്ഞിട്ട് സാറിനെ കോൺടാക്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നോർമലി സെയിൽസിന് താല്പര്യമില്ലാതെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റോ ഞങ്ങളുടെ സർവീസോ സാറിന് ഇഷ്ടമില്ലാതെ ആകുമ്പോഴാണ്, താല്പര്യമില്ലാതെ ആകുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ പറയാറുള്ളത്. സാറാ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? നേരിട്ട് ചോദിക്കുക. അയാൾ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറയൂ. സോ യു ക്യാൻ ക്ലോസ് ദ ചാപ്റ്റർ ആൻഡ് മൂവ് അഹെഡ്. കാരണം എല്ലാവർക്കും എല്ലാം വിൽക്കാൻ പറ്റില്ല. എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സും അല്ല. നമ്മുടെ നീഡുള്ള കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് കൊടുക്കുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം, ആസ് എ സെയിൽസ്മാൻ or entrepreneur, do not waste your valued time with unwanted or disqualifying prospect. Important ആണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയാം. സെയിൽസ് ഈസ് എ സ്കില്ലാണ്, ഒരു മാസ്റ്ററിയാണ്. സെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന സർട്ടിഫൈഡ് സെയിൽസ് കോഴ്സ് ഉണ്ട്, $1 million സെയിൽസ്മാൻ. 6 മാസം നീണ്ടു നിൽക്കുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെയിൽസിനെ കുറിച്ച് A to Z പറയുന്ന ഒരു കോഴ്സാണ്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഞാൻ കസാക് ബെഞ്ചാലി, ബിസിനസ് കോച്ച് ആൻഡ് സെയിൽസ് എക്സ്പെർട്ട്.